ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. താങ്ങി നിർത്താൻ ആരുമില്ലാതായാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കും. പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജ്ജസ്വലത ഉണ്ടാവുകയുള്ളൂ. മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവം ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു. ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതെയാക്കുന്നു. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചുവെച്ച് മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ്. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും. ജീവിതത്തിലെ വെല്ലുവിളികൾ ഒരിക്കലും നിങ്ങളെ തളർത്താൻ പാടില്ല. അവ നിങ്ങളെ തന്നെ കണ്ടെത്തുവാൻ സഹായിക്കുന്നതായി മാറ്റണം. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് പോയേക്കാം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിൽ കുരുങ്ങിപ്പോകരുത്. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ്. മറ്റുള്ളവർ തങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുടെ കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും. എന്നാൽ മോശമായ അവസ്ഥ അവരിൽ എത്ര പേർ കൂടെ നിൽക്കും എന്ന് വെളിപ്പെടുത്തും. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. എല്ലാ വർഷവും ഇല പൊഴിക്കും. എന്നാൽ നാളുകൾ കഴിഞ്ഞ് പുതിയ ഇലകൾ കൊണ്ട് സമൃദ്ധമാകും. വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി മറ്റൊന്നുമില്ല. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത്. നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാനാവില്ല. എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാകും. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. പക്ഷെ കണ്ണു നിറച്ചവരെയും കണ്ണുനീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം.